മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ PR കമ്പനി ഇടപെടലിലെ വിവാദം ആളിക്കത്തുകയാണ്. റിലയൻസ് ജീവനക്കാരനായ TD സുബ്രഹ്മണ്യനും റിലയൻസ് ബന്ധമുള്ള PR കമ്പനിയായ കേസന്റെ CEO വിനീത് ഹാണ്ടയുമാണ് ദില്ലിയിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം നിയന്ത്രിച്ചത്. മുഖ്യമന്ത്രിക്ക് ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ അഭിമുഖം നൽകാൻ റിലയൻസുമായി ബന്ധമുള്ള PR പ്രതിനിധികളുടെ സേവനം എന്തിന് തേടിയെന്നത് ദുരൂഹമായി തുടരുകയാണ്. ആദിൽ പാലോടാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അതിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM പോലെയുള്ള പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസും എന്ത് ബന്ധമാണ് കേസിനും റിലയൻസും തമ്മിലുള്ളത് എന്ന് തന്നെയാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം. ഉറപ്പാണ്. കേരളം പോലുള്ള ഇടതുപക്ഷം എപ്പോഴും എക്കാലത്തും റിലയൻസിനെ എതിർക്കുന്ന പതിവാണ് ഉള്ളത്. ആ നിലയിൽ റിലയൻസുമായി ബന്ധമുള്ള ഒരു PR ഏജൻസിയെ എന്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെടണം എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. കേസനാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ദ ഹിന്ദു പത്രത്തിനെ സമീപിച്ചതെന്നും വിവാദ പരാമർശങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി എഴുതി നൽകിയത് ദ ഹിന്ദു പത്രത്തിന് എഴുതി നൽകിയത് കേസനാണ് എന്നും ഹിന്ദു പത്രം തന്നെ വിശദീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കേസന്റെ ഓഹരി വിശദാംശങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ഈ ദ ഹിന്ദുവിൻ്റെ ലേഖികയ്ക്കൊപ്പം റിലയൻസിൻ്റെ ജീവനക്കാരൻ കൂടിയായ സുബ്രഹ്മണ്യൻ, അത് ഇടത് ബന്ധമുള്ള ഒരാളാണ്, ഈ സുബ്രഹ്മണ്യൻ കൂടി പങ്കെടുത്തു എന്ന വിവരം കൂടി വരുന്നത്. അതിനേക്കാൾ പ്രധാനം ഈ കേസൺ റിലയൻസിൻ്റെ ഷെൽ കമ്പനി എന്ന ആരോപണം നേരിടുന്ന മേവനാണ് ഇതിൽ 75% കേസൻ്റെ 75% ഓഹരി കൈവശം വെച്ചിരിക്കുന്നത് എന്ന ബന്ധം കൂടിയുണ്ട്. ഈ തരത്തിൽ റിലയൻസുമായി അടുപ്പമുള്ള ബന്ധമുള്ള ഒരു PR ഏജൻസിയെ എന്തിന് കേരള മുഖ്യമന്ത്രി ബന്ധപ്പെടണം? പ്രത്യേകിച്ച് കേരള മുഖ്യമന്ത്രിക്കൊപ്പം CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ നിലയിൽ CPM എക്കാലവും എതിർക്കുന്ന ഒരു പ്രസ്ഥാനത്തെ, ഒരു കമ്പനിയെ ആ നിലയിൽ എന്തിന് ബന്ധപ്പെടണം എന്ന ചോദ്യം ഉയരുകയാണ്. റിലയൻസുമായുള്ള ബന്ധം കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം PR ഏജൻസിയുടെ CEO, ഫൗണ്ടർ കൂടിയായ വിനീത് ഹാണ്ട, ഒപ്പം നമ്മൾ ഈ പറയുന്ന വിവാദത്തിലുള്ള സുബ്രഹ്മണ്യൻ, മുൻ ഇടത് MLA മകൻ കൂടിയായ സുബ്രഹ്മണ്യൻ എന്നിങ്ങനെ 2 പേർ ദ ഹിന്ദു ലേഖികയ്ക്കൊപ്പം മുഖ്യമന്ത്രിയുടെ കൂടെ അഭിമുഖത്തിനായി എത്തിച്ചേർന്നിരുന്നുവെന്നും അഭിമുഖം സെപ്റ്റംബർ 29-ാം തീയതി 9 മണിക്ക് കേരള ഹൗസിലെ കൊച്ചിൻ ഹൗസിൽ നടക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. ഇതിന് പിന്നിലുള്ള ദുരൂഹത ഇതുവരെ അഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിന് PR ഏജൻസിയുമായുള്ള ബന്ധം എന്താണ്? ഏതൊക്കെ നിലയിലാണ് അക്കാര്യം നടക്കുന്നത്? അതിനുള്ള പണം, പ്രതിഫലം നൽകുന്നത് എവിടെ നിന്നാണ്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. ആ ഉത്തരങ്ങൾക്കൊപ്പം തന്നെ വളരെ പ്രധാനമാണ് റിലയൻസുമായി അടുത്ത ബന്ധമുള്ള ഒരു PR ഏജൻസിയെ എന്തിന് CPM ഭരിക്കുന്ന ഒരു സർക്കാർ, മുഖ്യമന്ത്രി ബന്ധപ്പെടണം എന്ന ചോദ്യത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകേണ്ടി വരും. ഇതുവരെ ഒരു മറുപടിക്ക് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത.